ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇന്ന് ആക്ച്വലി 6/6 പോർട്ടലിൻ്റെ റീഡിംഗ് ആണ്. ഓക്കെ, 6/6 ആണല്ലോ. ഓക്കെ, നമ്മുടെ ജൂൺ 6th ആണ്. സോ 6/6 പോർട്ടലിൻ്റെ ആൻഡ് 2026 ഉണ്ട്. സോ അവിടെയും ഒരു 6 എടുക്കാം നമുക്ക് അല്ലേ. ഓക്കെ, ലാസ്റ്റിലൊരു 6 ഉണ്ട്. സോ ഓക്കെ, 666 പോർട്ടൽ എന്ന് പറയാം. എന്തായാലും ഇന്ന് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ 6/6 പോർട്ടൽ ആക്ച്വലി ഇത് വളരെ ഇത് നമ്മുടെ യൂണിയൻ പോർട്ടൽ എന്ന് വിളിക്കും. അതായത് പ്രത്യേകിച്ചും ഇത് വീനസിൻ്റെ നമ്പറാണ്. 6 എന്ന് പറയുന്ന വീനസിൻ്റെ നമ്പറാണ്. വീനസ് എന്ന് പറയുന്നത് നമ്മുടെ ഗോഡസ് ഓഫ് ലവ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇത് വളരെ നല്ലതാണെന്ന് പറയും. റീയൂണിയൻസ്, യൂണിയൻ ആവാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ബന്ധങ്ങൾ വരുന്നതായിരിക്കാം. എന്ത് തരത്തിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. പിന്നെ വീനസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലക്ഷറീസ്, ലൈഫിൻ്റെ ലക്ഷറീസ്, അതായത് പണത്തിൻ്റെ കാര്യത്തിൽ, ഫൈനാൻസ്, അല്ലെങ്കിൽ നമ്മളെ വീട്, കാറ്, കാര്യങ്ങൾ, ജോലിയിൽ നല്ല ശമ്പളം, പ്രൊമോഷൻസ്, വോട്ടെവർ, എല്ലാം ലക്ഷറീസ് ഇൻ ലൈഫ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. നല്ല ഡ്രസ്സ് വാങ്ങുക, അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കുന്ന ഒരു സംഭവം കൂടി, അതും കൂടി കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ രണ്ട് തരത്തിലും, അതായത് ഇപ്പം ജനറൽ നിങ്ങൾ കാണുന്ന ആൾക്കാരായാലും റിലേഷൻഷിപ്പ് കാണുന്ന ആൾക്കാർ രണ്ടും ആക്ച്വലി ഇത് അബണ്ടൻസ്, ഒരു പ്രത്യേകിച്ച് നമ്മൾ ലൈഫിൽ വളരെ സന്തോഷം, ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഒരു സ്നേഹം, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ലക്ഷറീസ് കൊണ്ടുവരുന്ന ഒരു നമ്പറാണ് 6 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഈ 6/6 പോർട്ടലിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് നോക്കും. ആൻഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി റെമഡീസ് കൂടി ഞാൻ 1-2 സജസ്റ്റ് ചെയ്യുന്നുണ്ട്. 2-3 ഞാൻ സജസ്റ്റ് ചെയ്യാം. 2-3 റെമഡീസ് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഇത് റീഡിങ് ഞാൻ രണ്ടും കൂടി ഒന്നിച്ചാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് ഇന്നത്തെ ദിവസം, കാരണം നിങ്ങൾക്ക് റിച്വൽ കൂടി ഇടാൻ വേണ്ടിയിട്ടാണ്, കാലത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടട്ടെ. സോ ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് ജനറൽ റീഡിങ് പ്ലസ് റിലേഷൻഷിപ്പ്, അതായത് രണ്ടിലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു 6/6 പോർട്ടലിൽ എന്താണ് വരാൻ പോകുന്നത് എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് അതിനനുസരിച്ചിട്ട് ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾക്ക് 2 റിച്വൽ കൂടി ഞാൻ ലാസ്റ്റിൽ ഷെയർ ചെയ്ത് തരാം. സോ ലാസ്റ്റ് വരെ കാണൂ. ഓക്കെ, വിട്ടുകളയണ്ട. റിച്വൽസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. വളരെ സിമ്പിൾ റിച്വൽസ് ആണ്, കാര്യമായിട്ടുള്ള ഒന്നുമല്ല. ഓക്കെ, ഞാൻ 2-3 തരത്തിലുള്ളത് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ഓവറോൾ എടുക്കാം. ഞാൻ അതിൽ രണ്ടും കണക്ട് ചെയ്ത് തന്നെ പറയാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 2 സെപ്പറേറ്റ് ആയിട്ട് പറയാം. ആദ്യം കുറച്ച് ഗൈഡൻസ് എടുക്കാം. ആൻഡ് നിങ്ങൾക്ക് ജനറൽ കാര്യങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ 6/6 പോർട്ടലിൽ നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ജനറൽ ആയിട്ട് പറയുന്നത്. ഇമോഷണൽ വിത്ഡ്രോവൽ, വിസ്ഡം, heartache and loss. Okay, solitude. Okay, stand your ground. Okay, see ഇവിടെ എനിക്ക് മെയിൻ rejoice and celebration കാണുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ മെയിൻലി ഇവിടെ ആദ്യത്തെ കാര്യം കാണുന്നത്, ഓക്കെ, 2 കാര്യവും ഇവിടെ നമുക്ക് ഹാർട്ടേക്ക് ആൻഡ് ലോസും ഇമോഷണൽ വിഡ്രോവലും കാണുന്നുണ്ട്. സോളിറ്റ്യൂഡും ഉണ്ട് ആക്ച്വലി, എല്ലാം ഓക്കെ. നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ വിഷമം അനുഭവിച്ച് കാണാം. അതിപ്പോൾ ഏത് കാര്യത്തിലും ആവാം. റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല. റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ ഫാമിലിയിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രശ്നങ്ങൾ, ജോലിയിൽ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, കാര്യങ്ങൾ, അങ്ങനെ പലതും നിങ്ങൾക്കൊരു വിഷമം വന്നതായിട്ട് കാണുന്നുണ്ട്. ഹാർട്ടേക്ക് ആൻഡ് ലോസ് ആണ് പറയുന്നത്. സോ നിങ്ങൾ ഒരു അല്പം വിഷമത്തിൻ്റെ സ്റ്റേജിലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആൻഡ് ഇമോഷണൽ വിഡ്രോവൽ, യെസ്, എല്ലാവരും ആക്ച്വലി ഇത് രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്. ഇമോഷണൽ വിഡ്രോവലും ഉണ്ട്, സോളിറ്റ്യൂഡും ഉണ്ട്. നിങ്ങൾ തനിച്ച് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കുറച്ചായിട്ട് ഐ തിങ്ക് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളൊരല്പം മാറി നിൽക്കുന്നുണ്ടാവാം എല്ലാവരിൽ നിന്നും. ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പ്സൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ചുറ്റും ഉണ്ടെങ്കിലും നമ്മൾ പറയില്ല, ചിലപ്പോൾ തനിച്ചായിട്ട് പോലെ ഫീൽ ചെയ്യാൻ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. ഒന്നിലും നിങ്ങളധികം ഇൻവോൾവ് ആവുന്നില്ല. ഇമോഷണലി നിങ്ങൾ വല്ലാതെ വിഡ്രോ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒന്നിലും താല്പര്യമില്ലാത്ത പോലെ തോന്നുന്നുണ്ടാവാം. സൈലൻസ് വേണം, എനിക്ക് ആരും വേണ്ട, ചുറ്റും അടുത്ത ആരും വേണ്ട, എന്നോട് ആരും സംസാരിക്കേണ്ട എന്നുള്ള ആ രീതിയിലായിരിക്കാം. ഓക്കെ, ആരെങ്കിലുമൊക്കെ ഇവൻ നമ്മൾ ക്രൗഡിലാണെങ്കിൽ പോലും നമ്മൾ പറയില്ലേ, എവിടെയോ ഇങ്ങനെ ലോസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ. ഓക്കെ, കാരണം ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിഷമമാണ് മെയിനായിട്ട് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ സോളിറ്റ്യൂഡിൻ്റെ നിങ്ങൾ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. നിങ്ങൾ തനിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഈ തനിച്ചിരിക്കുമ്പോൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിസ്ഡമാണ് വരുന്നത്. ഓക്കെ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ്. ഓക്കെ, നമ്മൾ അവനവനിലേക്ക് നോക്കാൻ തുടങ്ങും. കുറേ നമ്മൾ തനിച്ചിരിക്കുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ സൈലൻ്റായിട്ട് അങ്ങനെ ബ്ലാങ്ക് ആവില്ലല്ലോ അല്ലേ. നമ്മുടെ മൈൻഡ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിക്കും അവനവനോട് സംസാരിക്കുകയാണത്. ആൻഡ് യൂണിവേഴ്സിനോട് നമ്മൾ സംസാരിക്കുകയാണ്, ദൈവത്തിനോട് സംസാരിക്കുകയാണ്. സോ അതിൻ്റെ സമയമാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങുന്ന പോലെയാണ്. സോ ഇവിടെ നിങ്ങൾ മേ ബി ഈ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ
നിങ്ങൾ തനിച്ചിരുന്ന് പല കാര്യങ്ങളും പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം. സോ ഇങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇവിടെ വിസ്ഡം അഗെയിൻ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഇരുന്ന് നിങ്ങൾ അങ്ങനെ തനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഐ തിങ്ക് മേ ബി 6 പോർട്ടലിൽ നിങ്ങൾക്ക് മാറ്റം എന്ന് പറയുന്നത് മേ ബി നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഇവിടെ ഒരു പോസിറ്റീവ്നെസ് വന്നു അല്ലേ, സൺ വന്നു, സോ പോസിറ്റീവായി. സോ ഇവിടെ കുറച്ചുകൂടി നിങ്ങൾ ഐ തിങ്ക് ഇനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങാം, കുറച്ചുകൂടി നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട് എനിക്ക്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മാറി വരുന്നത്, അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുക, ഹാപ്പിനെസ് ഫീൽ ചെയ്യുക, നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് അവനവന് വേണ്ടി ഒന്ന് സ്റ്റാൻഡ് എടുക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്, സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് കാണുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങൂ എന്നാണ്. ഐ തിങ്ക് നിങ്ങൾ ഒരു വിഷമം ഉണ്ടായിരുന്നു, കുറച്ച് കാലം നിങ്ങൾ തനിച്ചിരുന്നിട്ടുണ്ടാവും. ബട്ട് ഐ തിങ്ക് ഈ ഒരു പോർട്ടൽ നിങ്ങൾക്ക് ഒരു മാറ്റം കൊണ്ടുവരും, നിങ്ങൾ കുറച്ചുകൂടി ഉണർവ് കൊണ്ടുവരും, നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊന്ന് ആക്ച്വലി ഇവിടെ റിജോയ്സ് ആൻഡ് സെലിബ്രേഷനും ഉണ്ട്. സോ നിങ്ങൾക്ക് വീണ്ടും ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്ന രീതിക്കും കാണുന്നത്. നിങ്ങൾ ഐ തിങ്ക് വീണ്ടും എൻജോയ് ചെയ്യാൻ തുടങ്ങും ലൈഫിൽ. സോ അതാണ് ഇവിടെ മെയിൻലി ഐ തിങ്ക് ഇവിടെ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു വിഷമത്തിൻ്റെ പീരീഡ് കഴിഞ്ഞ് വരുന്നു എന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ജനറൽ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നോക്കാം. ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ആക്ച്വലി വേറെ ഡെക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ പ്രോസ്പെരിറ്റി ബിഗിൻസ്, വെരി ഗുഡ്. ഡിസെപ്ഷൻ ആൻഡ് എൻവി ആൻഡ് മൂവിങ് ഓൺ. ഓക്കെ, കുറച്ച് പേര് ഇവിടെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന രീതിയിലാണ്. നിങ്ങൾ ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് നല്ലതല്ല എന്നുള്ളത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കാം. ഡിസെപ്ഷൻ ആൻഡ് എൻവി ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ചുറ്റും മേ ബി നിങ്ങൾക്ക് പലരും നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടാവാം, ചിലവരുടെ ജലസി ഉണ്ടാവാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ നിന്നും ഐ തിങ്ക് നിങ്ങൾക്ക് നല്ലതല്ലാത്തതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കറിയാം ചിലത് നിങ്ങൾക്ക് നല്ലതല്ല, അല്ലെങ്കിൽ ചില വ്യക്തികൾ, ചില സ്ഥലങ്ങൾ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ജലസി ഉണ്ട് ആർക്കെങ്കിലുമൊക്കെ നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ചതിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ പ്രോസ്പെരിറ്റി ബിഗിൻസ് ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു. പ്രോസ്പെരിറ്റി പ്രത്യേകിച്ച് നമ്മൾ ഫൈനാൻഷ്യലിനെയാണ് പറയുന്നത്. ഫൈനാൻഷ്യൽ മാത്രമല്ല, ഒരു ലൈഫിൽ ഒരു ഗ്രോത്ത് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. സോ നിങ്ങൾക്ക് ആൻഡ് ഇവിടെ ഗ്രോത്ത് ആൻഡ് സെലിബ്രേഷൻ മെയിൻലി എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ആ ഒരു പീരീഡ് ഓഫ് നിങ്ങളുടെ സാഡ്നെസ് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ മാറി വരാൻ തുടങ്ങും. ഈ വീനസിൻ്റെ എനർജി നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷം, സ്നേഹം, കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന രീതിക്കാണ്. ഓക്കെ, ഞാനിവിടെ ഈ ഡെക്ക് കൂടി എടുത്തേക്കാം എന്ന്, അല്ലെങ്കിൽ അത് വേണ്ട. ഓക്കെ, ഞാൻ ഈ ഒരു ഡെക്ക് കൂടി യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഈ 6 പോർട്ടലിൽ നിങ്ങൾക്ക് എന്താണ് ജനറലായിട്ട് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത നോക്കാം. കർമ്മ, ഓക്കെ, വെരി നൈസ്. 6 ആക്ച്വലി നമ്പർ ഓഫ് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. 6 ഫൈനാൻസസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലാരിറ്റി, ഓക്കെ, കൂടുതൽ എടുക്കുന്നില്ല ഞാൻ. ഓക്കെ, കാരണം ഓക്കെ, നമുക്ക് ഒരുപാട് മെസ്സേജസ് ഇവിടെ നീട്ടാണ്ടിരിക്കാനാണ്. ഇവിടെ കർമ്മ കാണുന്നുണ്ട്. ശ്രീയസ്, നിങ്ങളുടെ കർമ്മ ക്ലിയർ ആക്ച്വലി നിങ്ങളുടെ കർമ്മ ക്ലിയർ ആവുന്നത് ഫൈനാൻസിൻ്റെ കാര്യത്തിലാണ്. ഓക്കെ, നിങ്ങൾ സ്റ്റക്കായിരുന്ന സിറ്റുവേഷൻസിനെ നിങ്ങൾ വിട്ട് മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫൈനാൻസസിൻ്റെ കാര്യത്തിൽ ഒരു ബെറ്റർമെൻറ്റ് വരുന്നതാണ്. ആക്ച്വലി ഇതും മരമാണ്, ഇവിടെയും ചെടി, മരം എന്ന രീതിക്കാണ് കാണുന്നത്. നമ്മൾ മരം, ചെടിയൊക്കെ എപ്പോഴും ഫൈനാൻഷ്യൽ ഗ്രോത്തിനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ആൻഡ് ക്ലാരിറ്റി, ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ കുറേ ആയിട്ട് ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന്. ഓക്കെ, വിസ്ഡം വരുന്ന പോലെ, ക്ലാരിറ്റി കിട്ടുന്ന പോലെ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും. ആൻഡ് ഇവിടെ കർമ്മ നിങ്ങളുടെ മെയിൻലി ക്ലിയർ ആവുന്നത് പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മ ഐ തിങ്ക് ഇവിടെ ക്ലിയർ ആവുന്ന ഒരു സമയമാണ്. ആൻഡ് അത് ഫൈനാൻസ് റിലേറ്റഡ് ആണ് എനിക്ക് കാണുന്നത്. ഫൈനാൻസ് റിലേറ്റഡ് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി വരാനുള്ള ഒരു സമയമാണ്. ഞാൻ അതിന് വേണ്ടി ഒരു റെമഡി കൂടി ഞാൻ സജസ്റ്റ് ചെയ്യാം. ഐ തിങ്ക് ഓക്കെ, ലാസ്റ്റിൽ ഒന്നിച്ച് പറയാം. സോ നിങ്ങൾ ഒന്നിച്ച് കണ്ടോളൂ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് റിലേഷൻഷിപ്പിൻ്റെ കാര്യം കൂടി എടുത്തേക്കാം. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് 6 പോർട്ടൽ നിങ്ങളുടെ ബന്ധത്തിൽ റിലേഷൻഷിപ്സിൽ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, 6 പോർട്ടൽ റിലേഷൻഷിപ്സിലെ ബന്ധത്തിൽ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്. 6 പോർട്ടൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ചേഞ്ചാണ് കാണാൻ പോകുന്നത്. ലെറ്റ്സ് സീ. ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ്, വെരി നൈസ്. ഇവിടെയും വന്നു. റിജോയ്സൻസ്, ഓക്കെ. ഹാർട്ട് ചക്രയുടെ കാണുന്നുണ്ട്, ഗ്രീൻ കളർ, വെരി നൈസ്. സോളിറ്റ്യൂഡ്, ഓക്കെ. ബാലൻസ്, ഗുഡ്.
ആൻഡ് ഹോപ്പ്, വെരി നൈസ്, ട്രയംഫ്. ഓക്കെ, ന്യൂ ബിഗിനിങ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് കാണുന്നത്, ഓക്കെ, നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ, ഓക്കെ, ഒരു മാറ്റം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കാണാൻ തുടങ്ങും. ഓക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു ലൈക്ക് അവരുടെ കൺഫ്യൂഷൻ ആയിരിക്കാം. ഓക്കെ, അതായത് അവരുടെ ഫീലിങ്സ് ഉണ്ട് എന്ന രീതിയിൽ തുറന്ന് പറയലായിരിക്കാം കുറച്ച് പേർക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ ആക്ച്വലി ഈ സമയത്ത് ഇപ്പോൾ വീനസിൻ്റെ നമ്പർ പറഞ്ഞു, നമ്മൾ പ്രത്യേകിച്ച് ലവിൻ്റെ കാര്യം അല്ലേ, ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി കുറച്ച് തീർച്ചയായിട്ടും ഇവിടെ കൂടുന്ന പോലെയാണ്. അതിന് ഇവിടെ ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഹാർട്ട് ചക്രയുടെ എനർജിയാണ് പറയുക. ഹാർട്ട് ചക്ര ഗ്രീൻ കളറാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറയുന്നത് ആ ഒരു സ്നേഹത്തിൻ്റെ എനർജി തീർച്ചയായിട്ടും ഇവിടെ കൂടുതൽ വരുന്നുണ്ട്. ഞാനിവിടെ നിങ്ങൾ തമ്മിൽ ഒരു സെലിബ്രേഷൻ എന്ന രീതി കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ എന്തോ ഒരു സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്നുണ്ട്. പേഴ്സൺ ഇവിടെ നിങ്ങളുമായിട്ട് മേ ബി മീറ്റ് ചെയ്യുക, നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് സംസാരിച്ച് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഒരു അപ്രോച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ മേ ബി നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകാൻ വിളിക്കുക. ഓക്കെ, നമുക്ക് പുറത്ത് പോകാം, സെലിബ്രേറ്റ് ചെയ്യാം, എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ കുറച്ച് കറങ്ങാൻ പോവുക, അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം പറ്റുന്നവർക്ക്. സോ യെസ്, ഒരു നല്ല പോസിറ്റീവ് എനർജി അവരുടെ ഭാഗത്ത് നിങ്ങൾക്കൊരു ജോയ് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഹാർട്ട് ചക്ര നിങ്ങൾക്ക് വളരെ ഹാർട്ട് ലൈറ്റ് ആയ പോലെ തോന്നും. ഓക്കെ, ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ സോളിറ്റ്യൂഡ് കാണുന്നുണ്ട്. സോ ഇവിടെ മേ ബി നിങ്ങൾ ഇതുവരെ കുറച്ച് സെപ്പറേഷനിലായിരിക്കാം. സെപ്പറേഷനിലാണെങ്കിൽ തിരിച്ചു വരുന്ന രീതിക്ക് എന്തായാലും ഉണ്ട്. മേ ബി നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തനിച്ച് എന്ന രീതിക്ക് നമുക്ക് അങ്ങനെ എടുക്കാം ഇവിടെ. ഓക്കെ, ആൻഡ് ബാലൻസ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ ഒരു കോംപ്രമൈസ് വരുന്ന രീതിക്കാണ്. നിങ്ങൾ തമ്മിൽ എല്ലാം ഒന്ന് ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെയാണ്. സോ നിങ്ങൾ പേഴ്സൺ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അത് കോംപ്രമൈസ് വരും. നിങ്ങൾക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് പരസ്പരം ഒന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ സാധിക്കും. ഒരു ബാലൻസിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. ഓക്കെ, അത് ആ സ്നേഹത്തിൻ്റെ എനർജി കൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല. എൻ്റെ ഇവിടെ ഹോപ്പ് ഉണ്ട്. യെസ്, നിങ്ങളോട് പറയുന്നത് പ്രതീക്ഷയുണ്ട് നിങ്ങൾക്ക് എന്നാണ്. മാത്രമല്ല നിങ്ങൾക്ക് സിറ്റുവേഷനിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു ഹോപ്പായിട്ട് കാണാൻ തുടങ്ങും. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കാണുന്ന പോലെ അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് സംസാരമായിരിക്കും. അവരും ആക്ച്വലി എവിടെ ഒരു കോൺഫിഡൻസ് വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവരുടെ ഉള്ളിലും ഒരു കോൺഫിഡൻസ് ബിൽഡിങ്, അതായത് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ. അവരും ഇതുവരെ സൈലൻ്റ് ആയിരുന്നു, ഒന്നും അധികം എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഓപ്പണിംഗ് അപ്പ് നമുക്ക് കാണാം. ഓക്കെ, കുറച്ചുകൂടി പോസിറ്റീവ്നെസ് നമുക്ക് കാണാം. അവർ കൂടി കോൺഫിഡൻസ് വരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ ട്രയംഫ് ആക്ച്വലി ജയിക്കുന്നതാണ്, വിജയം എന്ന രീതിക്കാണ്. നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നു എന്നാണ് റിലേഷൻഷിപ്പിൽ. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി പേഴ്സണുമായിട്ട് നല്ലൊരു കണക്ഷൻ ബിൽഡ് ആവുന്ന രീതിക്ക് കാണുന്നുണ്ട്. ഞാൻ ഈ ഒരു ഡെക്ക് കൂടി എടുക്കാം. ആൻഡ് ഇവിടെ ന്യൂ ബിഗിനിങ് ഉണ്ടായിരുന്നു. സോ യെസ്, നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണും. ന്യൂ ബിഗിനിങ് കാണും നിങ്ങൾക്ക്. അഗെയിൻസ്റ്റ് ടോട്ടൽ സെപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു വരാൻ ആക്ച്വലി റീയൂണിയൻ്റെ സമയമാണ്. ഞാൻ പറഞ്ഞു, റീയൂണിയൻ്റെ ചാൻസസ് കൂടുതലാണ്. റീയൂണിയൻ ഒക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. റിച്വൽ ലാസ്റ്റിലേക്ക് കാണാം, മറക്കരുത്. ഓക്കെ, ഒന്നിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവിടെ തേർഡ് ചക്ര, അതെ അഗെയിൻ യെല്ലോ കോൺഫിഡൻസ്. ഞാനതാ പറഞ്ഞത്, കോൺഫിഡൻസ് വരുന്ന കാര്യമാണ് കാണുന്നത്. വെരി നൈസ്. കോൺട്രാക്ട്, കമ്മ്യൂണിറ്റി, സെലിബ്രേഷൻ, അഗൈൻ സെലിബ്രേഷൻ്റെ കാർഡ് വീണ്ടും വന്നു. ഓക്കെ, ജേണി, യാത്ര ഞാൻ പറഞ്ഞിരുന്നു. 6 എല്ലാ ചക്രകളാണ് വരുന്നത്. പേഷ്യൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഏഞ്ചൽ ഓഫ് ബാലൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ടെമ്പറൻസ്, ബാലൻസ് ഇവിടെയും ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ ഓക്കെ, സോ നിങ്ങൾ തമ്മിലൊരു കുറച്ചുകൂടി ഒരു കോംപ്രമൈസ് ഒക്കെ വന്ന് നിങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ സാധിക്കും. ആൻഡ് പേഷ്യൻസ് വെക്കാൻ പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നുണ്ട് ഡിവൈൻ ടൈമിൽ എല്ലാ കാര്യങ്ങളും ഒത്തുവരുന്നുണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ ഒരു 6 ഉണ്ട് എന്തായാലും. സോ യെസ്, മേ ബി 6 പോർട്ടൽ നിങ്ങൾക്കുള്ളതാണ്. ആൻഡ് ഇവിടെ ചക്രാസ് എനിക്ക് 6 ചക്ര കാണുന്നുണ്ട്, 3rd ചക്ര കാണുന്നുണ്ട്. ഓക്കെ, സോ ഒന്ന് കോൺഫിഡൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒന്ന് അവർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവരൊരു കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന രീതിക്കാണ് കാണുന്നത്. ആൻഡ് ഇവിടെ 6 ചക്ര പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ചക്രയാണ്, ആജ്ഞാചക്രയാണ്. സോ ഇവിടെ നിങ്ങളുടെ കണക്ഷൻ അവർ സ്പിരിച്വലായിട്ട്, ഞാൻ ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, അവർക്ക് സ്പിരിച്വൽ കണക്ഷനായിട്ട് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ. സോ യെസ്, തീർച്ചയായിട്ടും അതുണ്ട്. സോ ആ അങ്ങനെ അവർ സ്ട്രോങ്, നിങ്ങൾ തമ്മിൽ ഒരു ഇൻറ്റ്യൂട്ടീവ് കണക്ഷനാണ്, നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പത്തി കണക്ഷൻ ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നത് അവർക്ക് മനസ്സിലാവും, അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ. ആൻഡ് എവിടെയോ സ്പിരിച്വലി നിങ്ങൾ രണ്ടുപേരും ആ ഒരു കണക്ഷൻ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യമാണ്. ആൻഡ് ഇവിടെ കോൺട്രാക്ട് പറയുന്നുണ്ട്. സോ അഗെയിൻ ഇതൊരു 6 ആണ് നമ്പർ. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പാസ്റ്റ് ലൈഫ് കർമ്മ കോൺട്രാക്ട് ആണ് നിങ്ങളുടെ. കർമ്മ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവായിട്ട് ഇവിടെ എടുക്കണ്ട. നിങ്ങൾ തമ്മിൽ ഒന്നിക്കണം എന്നുള്ളത് ഒരു കോൺട്രാക്ട് ആണ് എന്നെടുത്താൽ മതി. ഓക്കെ, പക്ഷേ ചില കർമ്മ ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ കുറച്ച് ഇടയിൽ വരുന്നത്. സോ ഇവിടെ യെസ്, നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കോൺട്രാക്ട് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അത്രയും സ്ട്രോങ് ബോണ്ടാണ് എന്ന രീതിയിലുള്ളതാണ്.
ആൻഡ് ഇവിടെ അഗെയിൻ സെലിബ്രേഷൻ കാണുന്നുണ്ട്. സോ ഈ സെലിബ്രേഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു സന്തോഷം, സെലിബ്രേഷൻ, ചിലപ്പോൾ മേ ബി എവിടെയെങ്കിലും ഫംഗ്ഷൻസിൽ വെച്ചിട്ടായിരിക്കും മീറ്റ് ചെയ്യാൻ സാധ്യത, അല്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ തമ്മിൽ മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒന്നിച്ച് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് സെലിബ്രേഷൻ കാണുന്നുണ്ട്. യാത്ര ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ മീറ്റ്, ആക്ച്വലി അഗെയിൻ ഗ്രീൻ ഇതിൽ കൂടുതലുണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ ഒരു മീറ്റിംഗ് പോസിബിൾ ആണ്. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ, നിങ്ങൾ അവരെ കാണുമ്പോൾ അവർ നിങ്ങളെ കാണുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും പ്ലാനൊക്കെ ഇട്ട് നിങ്ങളൊരു മീറ്റിങ്ങിൻ്റെ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ ഒന്നിച്ചൊരു ജേണി, ചിലപ്പോൾ അവർ പറയും എവിടെയെങ്കിലും നമുക്ക് ഒന്നിച്ച് പോവാം എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, സോ കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ആ ഒരു ഫീലിങ്സിൻ്റെ ആണ് എനിക്ക് കൂടുതലും വരുന്നത്. സോ വളരെ നല്ല കാര്യം. ആൻഡ് ഒരു കാര്യം ഈ ഡെക്ക് നോട്ട് എടുത്തേക്കാം, അതെല്ലാം കൂടി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് റിച്വലിൻ്റെ കാര്യം പറയാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ കൂടി നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം നമുക്ക്. സോറി, ഫ്രണ്ട്, ഒബ്സഷൻ, ഇത് നാളും വന്നു കുറേ ഇത്. ഓക്കെ, ലെറ്റ് ഇറ്റ് അൺഫോൾഡ്, ഡീറ്റെയിൽസ്, പോസിറ്റിവിറ്റി. യെസ്, ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ സക്സസ്, ട്രയംഫ് ചെയ്യാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ യെസ് കാർഡ് ഉണ്ട്. ഇവിടെ സെലിബ്രേഷൻ്റെ കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ യെസ് കാണുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സിറ്റി ട്രസ്റ്റ് വയ്ക്കൂ, പേഴ്സണിലും ട്രസ്റ്റ് ചെയ്യാം എന്നൊരു കാർഡാണ്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളോട് പറയുന്നത് ഫ്രണ്ട് ആൻഡ് ഒബ്സഷൻ. ഇപ്പോൾ ആരെങ്കിലും ജസ്റ്റ് നിങ്ങളുടെ ഒരു ക്രഷാണ്, നിങ്ങളൊരു ഫ്രണ്ടാണ്, നിങ്ങൾക്കറിയില്ല അവർക്ക് ശരിക്കും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്നറിയില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, യെസ് അവർക്ക് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, അവർ ഒബ്സസ്ഡ് ആണ് നിങ്ങളോട് എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളോട് വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ ചിലപ്പോൾ ഡിറ്റാച്ച് ആയി നിൽക്കുന്നുണ്ടാവും, ബട്ട് അവർക്ക് ഒരുപാട് നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്, കോൺസ്റ്റൻ്റ്ലി അവരുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ്. and ഇവിടെ ലെറ്റ് ഇറ്റ് അൺഫോൾഡ് എന്ന് പറയുന്നത്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട, നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ആവണ്ട, എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കൂ. ഓക്കെ, അത് നടക്കുന്ന രീതിയിൽ നടക്കട്ടെ എന്നാണ്. എല്ലാം മെല്ലെ മെല്ലെ പുറത്തേക്ക് വരട്ടെ, കാര്യങ്ങളൊക്കെ തനിയെ വരട്ടെ പുറത്തേക്ക്. ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. നിങ്ങളോട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, ഐ തിങ്ക് ഇവിടെ വളരെ ശരിക്കും അവർക്ക് സ്ട്രോങ് അറ്റാച്ച്മെൻ്റ് ആണ്. ആൻഡ് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ 6 ചക്ര വന്നപ്പോൾ തന്നെ നമ്മൾ അത്രയും നിങ്ങൾ തമ്മിൽ സ്പിരിച്വലി ബോണ്ടഡ് ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ടെലിപ്പത്തി കണക്ഷൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണ്, അത് സോൾ കണക്ഷൻസ് ആണ് ഇതൊക്കെ. നമ്പർ 6 എന്ന് പറയുന്നത് സോൾ കോൺട്രാക്ട്സ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള എന്ത് തന്നെ പുറത്ത് നടന്നാലും സാഹചര്യങ്ങൾ കൊണ്ട് പല രീതിയിലായിരിക്കും നടക്കുന്നത്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയില്ലേ, അത് എവിടെയോ അവർ തിരിച്ചറിയുന്ന പോലെ ഒരു സമയം വരുന്നുണ്ട് എന്തായാലും. ആൻഡ് പോസിറ്റിവിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആവുന്ന രീതിക്ക് കാണുന്നുണ്ട്. അവർ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവർ കോൺഫിഡൻ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആക്ഷൻ എടുക്കാൻ തോന്നും. ഓക്കെ, അവർക്ക് റീച്ച് ഔട്ട് ചെയ്യാം, കാണാം, സംസാരിക്കാം എന്നൊക്കെ ഉള്ള ഒരു ഓപ്പണിംഗ് വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇവിടെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് മെസ്സേജസ് വന്നത്. ഓക്കെ, ജസ്റ്റ് 1-2 റിച്വൽ കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. കുറച്ച് സ്പീഡിൽ പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാണ്ട് ലോങ് റീഡിങ് ആവും തോറും നിങ്ങൾ ബോറടിക്കും. ഓക്കെ, നിങ്ങൾ ഫുൾ കേൾക്കാൻ നിങ്ങൾക്കൊരു ക്ഷമ തോന്നില്ല, എനിക്ക് തന്നെ തോന്നില്ല, പിന്നല്ലേ. ഓക്കെ, സോ നമുക്കിവിടെ 1-2 റിച്വൽ. ഓക്കെ, 6 പോർട്ടലാണ് വരുന്നത്. സോ ഇവിടെ ഞാനൊരു റിലേഷൻഷിപ്പ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, റിച്വൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് മണിയുടെ കൂടി ഉണ്ട്. ആൻഡ് എന്തോന്നുകൂടി പറയണമെന്ന് വിചാരിച്ചു. 6 പോർട്ടലിന് ഓക്കെ, യെസ്. ഓക്കെ, ഫസ്റ്റ് തിങ് ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂം അല്ലെങ്കിൽ എൻ്റെ ഇതൊരു സാൻഡൽവുഡിൻ്റെ നമ്മുടെ ചന്ദനത്തിൻ്റെ ഒരു എന്താണ് അത്തർ എന്ന് പറയുന്ന രീതിയിൽ. ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന് ഒരിക്കപ്പോഴും വാങ്ങിച്ചതാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ മണം. ഓക്കെ, സോ ഞാൻ അങ്ങനെ സ്പ്രേ പെർഫ്യൂംസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, എനിക്കിഷ്ടമല്ല. ബട്ട് ഇതിൻ്റെ മണം, ചന്ദനത്തിൻ്റെ മണം എനിക്ക് വലിയ ഇഷ്ടമാണ്. സോ ഇത് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടാവാറുള്ളൂ. സോ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ, പെർഫ്യൂം ആയാലും ശരി, ഓക്കെ, ഓയിലായാലും ശരി, ഇങ്ങനെ ഫ്രേഗ്രൻസ് ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ, അത്തർ പോലത്തെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ചെറിയ റെമഡി ചെയ്യാം. ഓക്കെ, ആദ്യം ഇതിനെക്കുറിച്ച് പറയാം, അത് കഴിഞ്ഞ് ബാക്കി പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ഇതിനെ മൗണ്ട് ഓഫ് വീനസ് എന്നാണ് വിളിക്കാം. ഓക്കെ, ഈ മൗണ്ട് ഓഫ് വീനസ് ഇവിടെയാണ്, ഐ തിങ്ക് കാണുന്നുണ്ടാവുന്നതായിരിക്കും. യെസ്, ഓക്കെ, ഈ ഒരു നമ്മുടെ അതുണ്ടല്ലോ, ഓക്കെ, ഇതിനെയാണ് മൗണ്ട് ഓഫ് വീനസ് എന്ന് പറയാം. സോ ഇതിന് ഇവിടെ നിങ്ങൾക്ക് 2 കാര്യം ചെയ്യാം. പിന്നെ ആക്ച്വലി ഒരു നമ്പർ, നമ്മൾ വീനസിൻ്റെ ഒരു നമ്പർ നമ്മൾ വരയ്ക്കുന്നത് ഈ 2 എന്ന് എഴുതിയ പോലെ എഴുതിയിട്ട് ഇവിടെ 4 ഇങ്ങനെ ഇടും. ഓക്കെ, കാണുന്നുണ്ടോ ദൈവമേ, അയ്യോ കൃഷ്ണ. ഓക്കെ 2 and 4 എന്നുള്ള പോലെയാണ്. 2 എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ 4 പോലെ. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് ഈ മൗണ്ടിൽ എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, ഈ മൗണ്ടിൽ തന്നെ റെഡ് കളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീൻ കളർ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളൂ. ഇത് വീനസിൻ്റെ ഒരു നമ്പറായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ആൻഡ്
ഇതിൻ്റെ മേലെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിങ്ങനെ എഴുതാതെയും ചെയ്യാം കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇത് കുറച്ചെടുത്തിട്ട് ഓക്കെ നമ്മളിവിടെ ഇങ്ങനെ എൻ്റെ ഇതിപ്പോൾ സ്പ്രെഡ് ആവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ ഐ ഗസ് കുറച്ച് അപ്ലൈ ചെയ്യാം. ഓക്കെ ആ പെർഫ്യൂം നിങ്ങളുടെ കയ്യിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിനൊന്ന് എൻ്റെ സ്പ്രെഡായി പോകുമ്പോൾ ഞാൻ ഡ്രൈ ആയിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ എനിവേ ഇവിടെ തേച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ആ ഒരു നമ്മുടെ പെർഫ്യൂം ഇവിടെ തേച്ച് വെക്കാം. ഓക്കെ ആൻഡ് അതിൽ ഇങ്ങനെ കൈ 2-3 തവണ ഇങ്ങനെ നിങ്ങൾക്ക് പ്രസ് ചെയ്യേണ്ട, നഖം നോക്കണ്ട കേട്ടോ, സോറി. ഓക്കെ സോ ഇവിടെ ഇതൊന്ന് 2-3 തവണ നിങ്ങൾ പ്രസ് ചെയ്യാം. ഓക്കെ സോ ആൻഡ് ഇവിടെ നിങ്ങളുടെ വിഷ് നിങ്ങൾക്ക് പറയാം. ഓക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിഷസ് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് വീട് വേണോ, കാർ വേണോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ലവ് വേണോ, എന്ത് തന്നെയായാലും. ഓക്കെ നമ്മൾ ലവ് അട്രാക്ടിങ് ആക്ച്വലി ഇങ്ങനെ റബ്ബ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ സോ ഇതൊരു തരത്തിൽ നമ്മളൊരു അട്രാക്ഷൻ്റെ ഒരു മെത്തേഡാണ്. ഓക്കെ സോ ചെറിയൊരു കാര്യം റെമഡി ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫ്യൂം സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഓക്കെ സോ അതൊരു മെത്തേഡ്. ആൻഡ് ഓക്കെ ഈ മെത്തേഡ് വളരെ ഞാൻ ഓൾറെഡി ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ. ഇത് ഞാൻ അറിയാതെ ഗ്രീൻ കളർ യൂസ് ചെയ്തു, റെഡ് കളറാണ് യൂസ് ചെയ്യേണ്ടത്, റെഡ് പെന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പിക്ചർ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാം, അതാണ് നല്ലത്. ഓക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് പിക്ചർ അവിടെ മേലെ ഇടാം കേട്ടോ. ഓക്കെ സോ ഇവിടെ ഇതിൽ 666 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, 1176 ആൻഡ് ഇവിടെ ഒരു നമ്പർ ഉണ്ട്, നിങ്ങളത് കോപ്പി ചെയ്തോളൂ. ഞാൻ ഇതിൽ ഡിസ്പ്ലേ കൊടുക്കാം. ആൻഡ് ഇതിൽ നിങ്ങളുടെ പേഴ്സൻ്റെ പേര്, നിങ്ങളുടെ പേര്, പേഴ്സൻ്റെ പേര് ആൻഡ് ഈ ഒരു സിമ്പിൾ ഞാൻ ഇവിടെ ഒന്നുകൂടി അത് വരച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. ഇവിടെ വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഉള്ളത്തെയാണ് ഞാൻ ജസ്റ്റ് ഇവിടെ വരച്ചു എന്ന് മാത്രം. ഓക്കെ ഈ ഒരു സിമ്പിൾ നിങ്ങൾക്ക് വരയ്ക്കാം. ആൻഡ് ഇവിടെ താഴെ ഡിവൈൻ വീനസ് ലവ് നൗ ഡൺ എന്ന് എഴുതാം. ആൻഡ് ഇവിടെ 666 മേലെയും താഴെ എഴുതിയിട്ടുണ്ട്. സോ ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ കോപ്പി ചെയ്തോളൂ ഇതേപോലെ. ഓക്കെ ഈ പേപ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തുകൊണ്ടിരിക്കാം. സോ ഈ നമ്പറും നിങ്ങൾ ഇതേപോലെ നിങ്ങൾ കോപ്പി ചെയ്യുക. നിങ്ങളൊരു പേപ്പർ എടുത്ത്, ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ അതുപോലെ തന്നെ കോപ്പി ചെയ്യുക. അതിനുശേഷം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ടുവേർഡ്സ്, ആക്ച്വലി ഞാൻ ഇങ്ങനെ പേപ്പർ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ മടക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മടക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മടക്കേണ്ടത് നമ്മളെ നോക്കി മടക്കാം. ഓക്കെ അതായത് നമ്മളുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്ന പോലെ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു മടക്കാം, അല്ലെങ്കിൽ രണ്ട് തവണ ചെയ്യാം. ഓക്കെ രണ്ടും പക്ഷെ നമ്മുടെ നേരെ ആയിരിക്കണം, ടുവേർഡ്സ് അസ്. ഓക്കെ ഇങ്ങനെ മടക്കുക. അതിന് ശേഷം ഇതിനെ നിങ്ങൾ കയ്യിൽ പിടിച്ച് ഒരു കുറച്ച് എനർജി കൊടുക്കുക. സ്നേഹത്തോടെ നമ്മൾ ആ പ്രാർത്ഥന, നമ്മുടെ വിഷ് യൂണിവേഴ്സിനോട് പറയുക. അതിന് ശേഷം ഇത് കത്തിച്ച് കളയാം. ഓക്കെ കത്തിച്ച് അതിൻ്റെ ചാരം പുറത്ത് കളഞ്ഞോളൂ. ഓക്കെ അല്ല നിങ്ങൾക്ക് ചാരം കളയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ വെള്ളത്തിൽ, ആക്ച്വലി യെസ് അതൊരു മെത്തേഡാണ്. നിങ്ങളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഓക്കെ കത്തിക്കാൻ പറ്റാത്തവർക്ക് പറയണം, വല്ല ഫ്ലാറ്റിലിരിക്കുന്നു, കത്തിക്കാൻ പ്രോബ്ലം ഉണ്ട്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കിതിനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്തിടും. ഓക്കെ അതിൽ ഡിപ്പ് ചെയ്തിട്ടിട്ട് അതിനങ്ങനെ അതങ്ങനെ അലിഞ്ഞു പൊക്കോട്ടെ. അതിന് ശേഷം അതിനടുത്ത് നിങ്ങൾ ഒഴിച്ച് കളഞ്ഞോളൂ. ഓക്കെ സോ അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചെടിയുടെ താഴെ എവിടെയെങ്കിലും ആ വെള്ളം കൊണ്ട് ഒഴിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ സോ അതൊരു മെത്തേഡ്. ഇത് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഓക്കെ ഇത് മണിക്കുള്ളത്. ഓക്കെ ഇത് ഒരു യന്ത്ര എന്ന് പറയും. ഓക്കെ മണി യന്ത്രമാണ്. ഓക്കെ ഇതും ഞാനിവിടെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾ ഇതേപോലെ വരച്ചെടുക്കാം. ഓക്കെ മേലെ സ്വസ്തിക്കിൻ്റെ സിമ്പിൾ ഉണ്ട്, താഴെയും സ്വസ്തിക് സിമ്പിൾ ഉണ്ട്. 666 ഞാൻ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ മേലെ എഴുതിക്കൊള്ളൂ കേട്ടോ, എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. സോ സൈഡിൽ എഴുതി ഞാൻ. ആൻഡ് 888 നമ്മുടെ മണി നമ്പർ കൂടിയാണ്. സോ രണ്ട് ഭാഗത്തും 888 ഉണ്ട്. ആൻഡ് 66 പോർട്ടലിൻ്റെ 666 എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ നമ്പേഴ്സ് നിങ്ങൾ ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ കോപ്പി ചെയ്യും. ഇങ്ങനെ സ്ക്വയർ വരച്ച് ഇതിനെ യന്ത്ര എന്ന് പറയും. ഓക്കെ സോ മണി യന്ത്രമാണിത്. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ ഇത് നമ്മളിങ്ങനെ ഇതേപോലെ തന്നെ നിങ്ങൾ പേപ്പറിൽ കോപ്പി ചെയ്ത ശേഷം അഗൈൻ നിങ്ങൾക്ക് മടക്കിയിട്ട് നിങ്ങളുടെ ടുവേർഡ്സ് മടക്കാം. അതായത് നമ്മൾ മണി അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ സോ 1-2 തവണ നിങ്ങൾക്ക് നമ്മുടെ അഗൈൻ മടക്കിയിട്ട് നിങ്ങളുടെ പേഴ്സിലോ ഹാൻഡ് ബാഗിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും കയ്യിൽ കൊണ്ട് പൈസ വെക്കുന്ന സ്ഥലത്ത് വെച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾക്ക് വെച്ച് വെക്കാം തൽക്കാലം വേണമെങ്കിൽ, ബട്ട് കയ്യിൽ ക്യാരി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ മണി വെക്കുന്ന സ്ഥലത്ത് പൈസയുടെ കൂടെ തന്നെ ഇതിനെ വെക്കാൻ ശ്രമിക്കുക. ആൻഡ് കുറച്ച് ദിവസം ഇത് വെച്ചോളൂ. അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് ഇരുന്നോട്ടെ. അതിനുശേഷം നെക്സ്റ്റ് ഏതെങ്കിലും ഫുൾ മൂണോ ന്യൂ മൂണോ അമാവാസ്യയോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അതിനെടുത്ത് നിങ്ങളുടെ വിഷയമായിട്ട് പറഞ്ഞ് കത്തിച്ച് വേണമെങ്കിൽ കളഞ്ഞോളൂ. അല്ലെങ്കിൽ കൈ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ, കുറേ കാലം ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ സോ അതിന് മുമ്പ് പക്ഷേ ഇതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ യന്ത്രം വരച്ച ശേഷം. ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ചന്ദനത്തിരിയോ വിളക്കിൻ്റെ അടുത്തോ ഇരുന്ന് കത്തിക്കുന്ന അവിടെ ഇരുന്ന് നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുക. ആൻഡ് നിങ്ങൾ ചന്ദനത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഒന്ന് കാണിക്കാം. ഓക്കെ കയ്യിൽ
അതിനെക്കുറിച്ച് മാക്സിമം നിങ്ങളുടെ ആ ഒരു എനർജി കൊടുത്ത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ വിഷ് പറയാം. ഓക്കെ, ആൻഡ് അതായത് നിങ്ങൾക്ക് മണി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ അട്രാക്ട് ചെയ്യാവുന്ന രീതിക്കല്ല പറയേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ബ്ലെസ്സിങ്ങിന് നന്ദി എന്ന് തന്നെ പറഞ്ഞോളൂ. ഓക്കെ, ഓൾറെഡി നമുക്ക് കിട്ടിയ രീതിയിൽ നിങ്ങൾ സങ്കല്പിക്കുക. അതും ഇതിൻ്റെ നിങ്ങളുടെ ബാഗിൽ, നിങ്ങളുടെ പേഴ്സിൽ അല്ലെങ്കിൽ പൈസ വെക്കുന്ന സ്ഥലത്ത് നിങ്ങളിതിനെ വെക്കാം. ഓക്കെ, സോ 2 മെത്തേഡ് ഞാൻ രണ്ടും, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു തന്ന മെത്തേഡും. സോ 2-3 മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 666 പോർട്ടലിന് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തോളൂ. ആൻഡ് എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.